30 വർഷമായി ബിജെപിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും ബിന്ദു വിനയകുമാർ പറഞ്ഞു. ശോഭാ സുരേന്ദ്രനൊപ്പമുണ്ടായ ഫോട്ടോഗ്രാഫർ ജസ്റ്റിന്റെ ദുരൂഹമരണം അന്വേഷിക്കണമെന്നും പറയുകയാണ് ബിന്ദു വിനയകുമാർ. ശോഭ ആലപ്പുഴയിലും ഈ സ്വഭാവക്കാരി തന്നെയായിരുന്നു എന്ന് പല രീതിയിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് അന്വേഷിച്ചാൽ സാധിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണല്ലോ പാലക്കാട് ഈ ഒരു ജയിക്കുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപക്ഷെ ശോഭയെ ഭയമായതുകൊണ്ടായിരിക്കും, നമ്മളോട് ആ ഭയമില്ലാത്തത് കൊണ്ടായിരിക്കും. അശ്വിൻ പാലാഴി വാർത്തകൾ ചെയ്യുന്നു. അശ്വിൻ, ഈ ബിന്ദു വിനയകുമാറും ഈ ശോഭയും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണമൊക്കെ പുറത്തു വന്നാണ്. അതിനകത്തും അടിക്കും പിടിക്കും എന്നൊക്കെ ശോഭ ഇവരെ വിരട്ടുന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ എന്താണ് ഈ പ്രശ്നം? ഇത് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളുടെ തുടർച്ചയായി ഒരു പൊട്ടിത്തെറിയെ പുറത്തേക്ക് വരുന്നതാണോ, അതോ ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണോ അശ്വിൻ? ഇത് വ്യക്തിപരമായ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ആലപ്പുഴ ജില്ലയിലെ സംഘടനാ പ്രശ്നം എന്ന് തന്നെ വിളിക്കാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ഏറെ നാളുകളായി സംഭവം ആലപ്പുഴയിൽ അരങ്ങേറുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ശോഭാ സുരേന്ദ്രൻ ഒരു വലിയ വിഭാഗത്തെ തനിക്കൊപ്പം നിർത്തുകയും ആലപ്പുഴയിലെ പാർട്ടിയിൽ ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന പരാതി ബിന്ദു വിനയകുമാർ അടക്കം പലരും നേരത്തെ ഉന്നയിച്ചതാണ്. അത് രേഖാമൂലം നരേന്ദ്രമോദിക്കെതിരെ, അത് ജില്ലാ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ഇതിന്റെ പരാതി അയച്ചു എന്ന് ഇന്ന് ബിന്ദു വിനയകുമാർ പറയുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ആയിട്ടില്ല. അതിനിടെയാണ് ഇപ്പോൾ ഈ വോട്ടിന് പണം എന്ന ആരോപണം, ആ വോട്ട് പണം നൽകാനായി എത്തിച്ച ആളെ ആലപ്പുഴയിൽ നിന്ന് ഈ ബിന്ദു വിനയകുമാർ പറഞ്ഞയച്ചതാണ് എന്നൊരു ആരോപണം വരികയും ഒപ്പം ഈ ശോഭാ സുരേന്ദ്രൻ ഇവരെ ഫോണിൽ വിളിച്ച് വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ പരാതി നൽകിയ ബിന്ദു വിനയകുമാറിനെ തന്നെ BJP പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി ഇപ്പോൾ ബിന്ദു തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ച കാലത്ത് വോട്ടിന് പണം അന്നും നൽകിയിരുന്നു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ അന്വേഷണം നടത്തണം എന്ന ആവശ്യം കൂടി അവർ ഉന്നയിക്കുകയാണ്. ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം ഉണ്ടായിരുന്ന ജസ്റ്റിൻ എന്ന ഫോട്ടോഗ്രാഫർ വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടിരുന്ന ദുരൂഹ സാഹചര്യത്തിലുണ്ടായ മരണമാണ്. അതിൽ കൂടി അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് ബിന്ദു വിനയകുമാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇത് ഏറെ നാളുകളായി തുടർന്ന പ്രശ്നത്തിന്റെ ഭാഗമായാണ് പാർട്ടി നടപടിയടക്കം ബിന്ദുവിന് നേരിടേണ്ടി വന്നതും ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിക്കേണ്ടി വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും BJP ജില്ലാ നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ ബിന്ദു വിനയകുമാറിന്റെ യാതൊരു പരാതിയും ഇതുവരെ ജില്ലാ നേതൃത്വത്തിലേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ശോഭാ സുരേന്ദ്രനെതിരെ കൂടുതൽ ആരോപണങ്ങൾ, കൂടുതൽ കുരുക്ക് ഉണ്ടാവുകയാണ്. ഹാഷ്മി, അല്ല, ജസ്റ്റിൻ ആരാണ്, എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എന്താണ് ദുരൂഹമരണം, എന്താണത് അശ്വിൻ? ഹാഷ്മി, അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതായത് ഈ ശോഭയുടെ ഫോട്ടോഗ്രാഫർ എന്ന നിലയിലൊക്കെ, അതായത് അവർക്കൊപ്പം സദാസമയം ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ച ആളാണ് എന്നുള്ളതാണ് ബിന്ദു പറയുന്നത്. ആ ബിന്ദു പറയുന്നതനുസരിച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ ജസ്റ്റിൻ മരണപ്പെടുകയാണ്. അത് ദുരൂഹ സാഹചര്യത്തിലെ മരണമാണ് എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ പരാതി. അത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എന്താണ് മരണകാരണം, അതിൽ ശോഭയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നതൊക്കെ വെളിപ്പെടുത്തണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അന്വേഷിച്ചുള്ളത് പുറത്തു വരണം എന്നുള്ളതാണ് ബിന്ദു ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. പാർട്ടിയിൽ ഇത് പരാതിയായി നേരത്തെ നൽകിയതാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ വോട്ടിന് പണം ആരോപണത്തിന് പിന്നാലെ ഒരു ഗുരുതരമായ ആരോപണം, അതൊരാളുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് ബിന്ദു. അത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് ഭയമാണ്. എന്തൊക്കെയോ ഉള്ള പുതിയ വെളിപ്പെടുത്തൽ. കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറുടെ മരണം അന്വേഷിക്കണം. വോട്ടിന് പണം നൽകുന്നത് നേരത്തെ അവിടെയും കണ്ടതാണ്, ആലപ്പുഴയിലും കണ്ടതാണ്. അപ്പോൾ അത് ശീലമാണ് ശോഭയ്ക്ക് എന്നൊക്കെ പറഞ്ഞ പുതിയ ആരോപണങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തൊക്കെയോ സംഭവിക്കുന്നു ഈ സമാന്തര ലോകത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.